ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ഒരു മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ. മീൻ കറി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ മീൻ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നോയമ്പ് സമയത്തൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. മീൻ കഴിക്കാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ നോൺ വെജിറ്റേറിയൻസിനും ഈ ഒരു കറി നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്ക ചേർത്തിട്ടാണ് മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കുന്നത്. വേറെ പല വെജിറ്റബിൾസും ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പച്ചക്കയാണ് കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള സവോള, വലിയ സവോള എടുത്തിട്ടില്ല. വലിയ സവോള ആണെങ്കിൽ വലിയ സവോള ചേർക്കാം. പിന്നെ 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാനിപ്പോൾ വറവിടാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കറിയിലേക്ക് സവോളയ്ക്ക് ഒരായിട്ട് ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15 ഉള്ളി എടുക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് 2 എണ്ണം മതി. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് 2 പീസ് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കിയിട്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സവോളയും കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ ഈ കറിയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്ക എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ്. ഒരു പച്ചക്ക നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തു. അത് കുറുകെ ഈ ഒരു വലിപ്പത്തിലാക്കി ഈ ഒരു നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ മീൻ കറി പോലെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് വറവിടാൻ വേണ്ടി വേണം. അപ്പോൾ തേങ്ങാപ്പാൽ 2-ാം പാൽ 1.5 കപ്പും 1-ാം പാൽ 1/2 കപ്പുമാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലുള്ള കറിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുടംപുളി ചേർക്കുന്നുണ്ട്. കുടംപുളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ. അപ്പോൾ തക്കാളി കൂടുതൽ ചേർക്കണം എന്ന് മാത്രം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവോള ഒന്ന് പെട്ടെന്ന് കുക്കായി വരാനായിട്ട്. ഇനി നമ്മുടെ സവോളയൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡൊന്നും ആയിട്ടില്ല. അതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർത്താലേ കറിക്കൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 1 ടീസ്പൂൺ മതി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ. എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി വന്നോളും. ചൂട് ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ കുറേ മീനില്ലാത്ത മീൻ കറിയുടെയും അതുപോലെ തന്നെ ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറിയുടെയും റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് മീനില്ലാത്ത മീൻ കറി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചിക്കനില്ലാത്ത ചിക്കൻ കറി, ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഈ സമയത്ത്, ഈ നോയമ്പിൻ്റെ സമയത്താണല്ലോ നമുക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ അത്യാവശ്യം വരുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കടച്ചക്ക തോരൻ കണ്ടിട്ടില്ലെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഒരു നോൺ വെജ് തോരൻ കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണത്. അപ്പോൾ കടച്ചക്ക തോരനും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കണ്ടിട്ടില്ലാത്തവരൊക്കെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലാണ് കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഒരുപാട് തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തേങ്ങാപ്പാലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കറി അങ്ങോട്ട് വല്ലാതെ ലൂസായിപ്പോവും. ഒരു മീഡിയം ലൂസുള്ള കറിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കുടംപുളി ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം.
നമ്മുടെ പച്ചക്ക ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് കുക്കാവാനുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പച്ചക്കയൊക്കെ ചേർക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പച്ചക്ക ചേർക്കാനായിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് പച്ചക്ക ചേർക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്ക ഇട്ട് കൊടുക്കാം. പച്ചക്കയ്ക്ക് പകരം നമുക്കിപ്പോൾ വഴുതനങ്ങ ചേർക്കാം, വെണ്ടയ്ക്ക ചേർക്കാം, അങ്ങനെ പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കാം കേട്ടോ. തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് ഗ്രേവിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ചധികം ഗ്രേവി വേണം. കുറവ് കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ച് ഗ്രേവി മതി. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 8 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കയൊക്കെ നന്നായിട്ട് കുക്കായി വരും, ഉടഞ്ഞു പോകാമില്ല. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഇനി ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, കറി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മീൻ കറിയിലും ചെയ്യുന്നത്. ഇനി ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതിയിട്ട് ഉലുവപ്പൊടി. നമ്മൾ വറവിടുമ്പോൾ ഉലുവ ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉലുവപ്പൊടി. നമ്മുടെ മീൻ കറി ആണെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. മീനെല്ലാം വെജിറ്റബിൾ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പിഞ്ച് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു കളറൊക്കെയുള്ള മീൻ കറി ആയിക്കഴിഞ്ഞു. മീനില്ലാത്ത മീൻ കറി. അപ്പോൾ പുളി ചെക്ക് ചെയ്യുക. പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പുളി ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. കുടംപുളിയുടെ പീസ് അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ തന്നെ പുളി ചെക്ക് ചെയ്യണം. പുളി കൂടുതലാണെങ്കിൽ മാത്രം എടുത്ത് മാറ്റുക, ഇല്ലെങ്കിൽ കുടംപുളിയുടെ പീസ് അതിൽ തന്നെ കിടന്നോട്ടെ, കറക്റ്റ് ആയിക്കോളും. വീണ്ടും അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/4 പാല് ചേർക്കാം. 1/4 പാല് ചേർത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. 1/2 കപ്പാണ് ഞാൻ 1/4 പാല് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. 1/4 പാല് തിളച്ച് പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി, അത്യാവശ്യം കുറുകിയ ചാറോടുകൂടിയ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാനുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വറവ് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ. അങ്ങനെ നമ്മൾ മീൻ കറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വറവ് ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വറവ് ചേർക്കാൻ പോവാണ്. 2 ഓപ്ഷനും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വറവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടാണല്ലോ കറി ഉണ്ടാക്കി തുടങ്ങിയത്, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. മീൻ കറിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കറിയിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി വറ്റൽമുളക് ചേർക്കുമ്പോൾ ഇനിയും എരിവ് കൂടരുതല്ലോ കറിയിൽ കിടന്നിട്ട്, അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് ചേർക്കാത്തത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് ബ്രൗൺ ആയി വരട്ടെ ഈ ഉള്ളി. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വറവിടുന്നതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വറവിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറിക്ക് നല്ല കളറുള്ളതുകൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കാതിരുന്നത്. കറിക്ക് കുറവാണെങ്കിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ വറവ് നന്നായിട്ട് കറിയിലേക്ക് പിടിച്ചു വരട്ടെ. ഈ ഒരു കറിയാണെങ്കിൽ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ചൂടോടെ ഉപയോഗിക്കരുത്, ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പച്ചക്കയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചൂട് മാറി വരുമ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏത് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ചൂട് മാറിയിട്ട് മീൻ കറി കഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ പച്ചക്ക ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ഒരു മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉലുവയൊക്കെ ചേർക്കാൻ കറക്റ്റായിട്ട് ഓർക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കിട്ടില്ല. ഉലുവയൊക്കെ ചേർത്താലേ പെർഫെക്റ്റ് ആ മീൻകറിയുടെ ടേസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ കറിയാണെങ്കിലും ഒന്ന് കുറുകിയൊക്കെ ഇരിക്കണം, ഒരുപാട് ഗ്രേവിയുള്ള കറിയാക്കി ഉണ്ടാക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്താലേ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.